എൻ്റെ ഈ ചാനലിലെ രണ്ടാമത്തെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിന് കൃഷിയുടെ കാര്യങ്ങളും കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ, നേരം വിളിക്കുമ്പോൾ കുറച്ച് പയറിനും കുറച്ച് വെണ്ടക്കായ കുറച്ച് കുക്കുംബർ അതിനൊക്കെ ഓർഡർ വന്നു. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരം വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ചെറിയ മഴയുണ്ട് കേട്ടോ. അടുത്ത് വെണ്ടക്കായ പൊട്ടിക്കുന്നുണ്ട്. വെണ്ടക്കായാണ് പൊട്ടിക്കുന്നത്. ഇപ്പോൾ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് വെണ്ടക്കായൊക്കെ. അത് ആദ്യം തന്നെ കുരു മുളച്ച് പാവണ സമയത്ത് നന്നായി അടിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പുണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കുരു മാറ്റി കുഴിച്ചിട്ടത്, തൈ കുറച്ച് കുഴിച്ചിട്ടത്. അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്, കായ പിടിച്ചിട്ടുണ്ട്. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ എന്നത് മാറ്റി, ഇതിപ്പോൾ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ എന്നത് നമ്മൾ പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. പച്ചക്കറി ഒരു ഇതൊക്കെ അങ്ങനെ തന്നെ, നന്നായി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാം. പക്ഷേ സ്വാദ് കിട്ടണമെങ്കിൽ നന്നായും ഒരുപാട് മൂക്കാതിരിക്കുകയാണ് നല്ലത്. ഇവിടെയുണ്ട്. ഇത് ഞാൻ ഹൈബ്രിഡ് വിത്ത് 2 പാക്കറ്റ് മേടിച്ചു കൊടുന്ന് പാവിത. ഏതാ സൈസ് ഏതാ എന്നൊന്നും ചോദിച്ചില്ല. ഹൈബ്രിഡിൻ്റെ വെണ്ടക്കായ 2 പാക്കറ്റ് മേടിച്ചു, അത് കൊടുന്ന് ആണ് കുഴിച്ചിട്ടത്. നല്ല വലിപ്പം വയ്ക്കുന്ന സൈസാ. ഒറ്റനോട്ടത്തിൽ ആദ്യം നന്നായി മൂത്ത് വയ്ക്കാൻ തോന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരുപാട് മൂപ്പൊന്നും ആയിട്ടില്ല. കാണുമ്പോൾ 2, 3, 4, 5 അത് അടിയിൽ നിന്ന് തന്നെ 3-4 ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. മുകളിലേക്ക് ഒരു 5-6 എണ്ണം ഉണ്ടായിട്ടുണ്ട്. നല്ല ചള്ള വെണ്ടക്കായ അടിക്കാൻ പൊട്ടിച്ച് നോക്കി അറിയാം. കണ്ട വലിപ്പം കണ്ടിട്ട് മൂത്താന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കുക്കുംബറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കുംബർ നന്നായി മൂത്തിട്ടുണ്ട്. ഇപ്പം തന്നെ പറിക്കണം. ഇപ്പം തന്നെ പൊടിച്ചെടുത്തില്ലെങ്കിൽ അതങ്ങനെ കിടക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നോക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, ഒന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇത് വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് ചെയ്തതാണ്. പക്ഷെ അത് ചെയ്തപ്പോൾ കുറച്ചങ്ങനെ വീട്ടിലെ ആവശ്യം മാത്രമല്ല, ഇത്ര അധികമൊന്നും വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ കുറേയൊക്കെ വേണ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു 2 കിലോ വെച്ച് അവർക്ക് കൊടുക്കും. അപ്പോൾ അവരൊക്കെ അത് മേടിക്കും. കാരണം നാടൻ ഇനത്തിൽപ്പെട്ട കുക്കുംബറാണത്. കഴിക്കാനൊക്കെ നല്ല സ്വാദാണ്. പച്ചയ്ക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാം. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പൊട്ടിക്കാനായിട്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വേറെ കാര്യം എന്താണെങ്കിൽ, പൊട്ടിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുമായിരുന്നു ചെറുത്. അത് കേടാവണമല്ലത്, അത് വളരുന്ന സമയത്ത് അങ്ങനെ ഷേപ്പ് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ കടയിലൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ തന്നെ ഉപയോഗിക്കും. അപ്പോൾ അത് കാരണം പുതിയ തന്നെ എടുക്കേണ്ട കാര്യമില്ല, നല്ല എടുക്കേണ്ട കാര്യമില്ല. ഈ സൈസ് എടുത്ത് നമ്മൾ ഉപയോഗിക്കും. എന്നാലും 2-3 എന്നാലും എടുക്കൂട്ടാ, നല്ല എടുക്കൂട്ടാ. കാരണം അങ്ങനെയാണ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെ കളയേണ്ടി വരും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കതിനെ ഉപയോഗിക്കാമല്ലോ. ഇപ്പോഴത്തേക്ക് വന്നിട്ട് ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി കുറച്ച് പാവയ്ക്ക് പൊട്ടിക്കാണ്ട്, വഴുതനങ്ങ പൊട്ടിക്കാണ്ട്, പച്ചമുളകുണ്ട്, മത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്. അതൊക്കെ ഞാൻ ആയപോലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഉള്ള സമയം കൊണ്ട് ഞാൻ അധികം സമയം ചിലവാക്കാതെ 2 മണിക്കൂർ ഡെയിലി 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിട്ട് സമയം എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച മാതിരി. അപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് വൈകാതെ തന്നെ വീണ്ടും കാണാം.